ഹലോ മുത്തുമണികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു സിഗരറ്റ് പാൻറിന്റെ കട്ടിംഗ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നുണ്ട്. രണ്ട് ഫ്രണ്ടും രണ്ട് ബാക്കും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം, രണ്ട് കാലിലും അറേഞ്ച് ചെയ്യണം. ഇതുപോലെ ഒരു ബാക്കും ഫ്രണ്ടും ഒന്നിച്ച്, ഒരു ബാക്കും ഫ്രണ്ടും ഒന്നിച്ച്. ഈ രണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാൽക്കുഴി കാണുന്ന രീതിയിൽ രണ്ടും ഒരുപോലെ ഇങ്ങനെ കാൽക്കുഴി വരുന്ന രീതിയിൽ സെറ്റ് ആക്കണം. ഇനി അതിനുശേഷം നമ്മളിത് ഒരു പിൻ ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിൻ ചെയ്ത് വെക്കുന്നത്. ഇവിടെ നമ്മൾ നോച്ചിട്ടിരിക്കുന്ന ആ ഭാഗം വരെ മടക്ക് വരണം, എന്നാലേ ലെങ്ത് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ഓപ്പണും കൂടി ഉണ്ട്. സിഗരറ്റ് പാൻറ് ആയതുകൊണ്ട് തന്നെ സൈഡ് നമ്മൾ സ്ലിറ്റ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വരും. രണ്ട് കാലും ഒരുപോലെ നമ്മളിങ്ങനെ നോച്ചിട്ട് മാറ്റുന്നു. എന്നിട്ട് ആ നോച്ച് എവിടെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ നോച്ചിന്റെ അവിടെ നിന്നാണ് നമ്മൾ തച്ച് തുടങ്ങേണ്ടത്. രണ്ട് തുണിയും ഒരുപോലെ വെച്ചിട്ട്, ഇതൊരു ബാക്കും ഫ്രണ്ടുമാണ്, ആ രണ്ട് തുണിയും ഒരുപോലെ വെച്ചിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇടുന്ന തയ്യൽ രണ്ട് തയ്യൽ ഇടണം കേട്ടോ. ഇനി നമ്മൾ തച്ച് നിർത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇടുപ്പിന്റെ ഭാഗമാണല്ലോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ അടുത്ത കാല് വെക്കുമ്പോൾ എവിടെ വെക്കണം? അതേ ഇടുപ്പിന്റെ ഭാഗം വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് നോച്ച് വരുന്ന അവിടെ ഈ തയ്യൽ നമ്മൾ അവസാനിപ്പിക്കണം. കണ്ടോ? ഇതുപോലെ നമ്മൾ ഇതിൽ രണ്ട് തയ്യൽ വീതം ഇടണം, സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് തയ്യൽ നമ്മൾ കൊടുക്കുന്നത്. ഏതൊരു തുണി നമ്മൾ തയ്ക്കുന്ന സമയത്തും രണ്ട് തയ്യൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഈ തുണി നമ്മൾ നേരെ ഇട്ടിട്ട് ഇതിന്റെ കാൽക്കുഴി ഇൻസൈഡ് ഉണ്ടല്ലോ, കാൽക്കുഴി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം, അത് രണ്ട് കാലിന്റെയും ഒന്നിച്ച് ഇതുപോലെ വെച്ച് തയ്ക്കണം. കണ്ടോ? ഇത് നമ്മൾ കറക്റ്റ് വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കും, കാരണം രണ്ട് കാലം നമ്മൾ പിൻ ചെയ്തിട്ടാണല്ലോ ജോയിൻ ചെയ്തത്. ഈ തയ്യൽ നമ്മൾ രണ്ട് തയ്യൽ ഇടുന്നുണ്ട്. അങ്ങനെ രണ്ട് ഇൻസൈഡ് വരുന്ന ആ ഭാഗവും നമ്മൾ തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാലിന്റെ ആ ഒരു സ്ലിറ്റ് വരുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി ഇങ്ങനെ ഒന്ന് തയ്ക്കുന്നു. ഇതുപോലെ. അതിനുശേഷം രണ്ട് കാലും ഇതുപോലെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ കട്ടിങ് വീഡിയോ ഒന്ന് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇനി ആ താഴ്ഭാഗത്ത് നമ്മൾ ഒരു 1/4 ഇഞ്ച് വീതം അടിച്ചില്ലേ, അവിടെ ഒരു ശകലം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ സ്ലിറ്റ് വരുന്ന ആ ഒരു തുറപ്പ് ഭാഗവും ഈ ഒരു രീതിയിൽ രണ്ടും ചേർത്ത് വെച്ച് ആ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് തച്ച് വിടണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് തച്ച് വിടണം. അത് കഴിഞ്ഞ് ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. ആ കാലിന്റെ രണ്ട് സൈഡും നമ്മൾ ഒരുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തച്ച് മാറ്റിയിട്ട് ഇനി ഈ ഒരു സൈഡ് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്കിതാ ഇതുപോലെ സ്ലിറ്റ് ആയിട്ട് കിട്ടും, നല്ല ഭംഗിയിൽ സ്ലിറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ അകംവശം എടുത്ത് അതൊന്ന് തച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കണം. ഇതുപോലെ രണ്ട് കാലും നമുക്ക് സ്ലിറ്റ് ഇട്ട് ഇതുപോലെ തച്ചെടുക്കണം. കണ്ടോ? ഇതുപോലെ രണ്ട് കാലും നമ്മൾ സ്ലിറ്റ് ഇട്ട്, ഇത് രണ്ടാമത്തെ കാലിലെ സ്ലിറ്റ് ഇട്ടതാണ്.
ഇനി അകവശം തിരിച്ചിട്ട് ഇതൊന്ന് തച്ചെടുക്കണം. ഇത് കറക്റ്റ് ആയിട്ടായിരിക്കണേ, അതിന്റെ മടക്ക് കറക്റ്റ് ആയിട്ടായിരിക്കണം വരേണ്ടത്. അങ്ങനെ നമ്മളിത് തച്ച് മാറ്റും. തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. രണ്ട് കാലിനും ഓപ്പൺ ഉണ്ട്, കണ്ടോ? ഇനി ഇത് നമ്മൾ കാലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് സെന്റർ ഭാഗം ഉണ്ടല്ലോ, സെന്റർ ഭാഗം ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. നമ്മൾ തച്ച് വരുമ്പോൾ എങ്ങനെയായാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. എന്നാലും മാറിപ്പോവാതിരിക്കാൻ ആ ഒരു സെന്റർ ഭാഗത്ത് നമ്മളൊരു പിന്ന് വെച്ച് എന്നിട്ട് തച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക. കാല് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ ഒരു കാൽ കുഴിയുടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു തയ്യൽ ഇടണം. അതായത് ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് കെട്ടിട്ട് ഇതുപോലെ കെട്ടിട്ട് ഒന്ന് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് കീറിപ്പോകും. ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോകുന്നത്. ആ വിട്ടുപോകാതിരിക്കാൻ ആ ഒരു ഭാഗത്ത് നമ്മൾ സെക്യൂർ ആയിട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് കാലും ഒരേ അളവിനായിരിക്കണം തയ്ക്കേണ്ടത്. ഇതൊരു ഫിറ്റ് പാൻ്റാണ്. സിഗരറ്റ് പാൻറ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കുന്ന പാൻ്റാണ്. പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും, ഇടാനും നല്ല സുഖമുള്ള ഒരു പാൻ്റാണ് കേട്ടോ. ഞാൻ മുമ്പ് ഏറ്റവും കൂടുതൽ ലെഗിൻസ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ലെഗിൻസ് മാറി ഇതുപോലുള്ള പാൻ്റാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടും കുറച്ചുകൂടി രസമായിട്ട് തോന്നുന്നത് ഈ ഒരു പാൻ്റാണ്. ഇനി നമ്മുടെ ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് 44 ഇഞ്ചായിരുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ 5 ഇഞ്ചോ 6 ഇഞ്ചോ നമുക്ക് കുറയ്ക്കാം കേട്ടോ. എലാസ്റ്റിക്കിന്റെ ഒരു വലിവ് നോക്കിയിട്ട് നമുക്ക് 5 ഇഞ്ച് വരെ കുറയ്ക്കാം. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന 41 ഇഞ്ചാണ് ഈ ഒരു എലാസ്റ്റിക് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ അതിന്റെ സെന്റർ ഭാഗം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇടുപ്പിന്റെ ഭാഗത്ത് വെച്ചിട്ട് അടിക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മളൊന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് നമുക്കിതൊന്ന് തച്ചതിന് ശേഷം ഇതിൻ്റെ 2 സെന്റർ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കിന്റെ സെന്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ തച്ച ആ ഒരു ഭാഗവും ഈ സെന്ററും 2 നടുക്ക് ഭാഗത്തായിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെ ഇങ്ങനെ സെന്റർ ഭാഗത്ത് വെച്ച് ഇതുപോലെ ഒരു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു തയ്യൽ ഇങ്ങനെ കൊടുത്തിട്ടേക്കാം. ഇതുപോലെ തന്നെ അടുത്ത സ്ഥലത്തും അടുത്ത സെന്റർ ഉണ്ടല്ലോ, ആ സെന്റർ ഭാഗത്ത് നമുക്കൊരു സെക്യൂർ ആയിട്ട് ഈ ഒരു എലാസ്റ്റിക്കിന്റെ കൃത്യം ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സെന്റർ ഭാഗത്ത് നമുക്കൊരു ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമ്മളത് തച്ച് തുടങ്ങാം. ഇങ്ങനെ എലാസ്റ്റിക്കിന്റെ അതേ അളവിന് നമുക്കിത് തച്ചെടുക്കാം.
ആരിടന്ന് നീ എന്തിനു പോന്നു? ഇതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇടുപ്പിന്റെ ഭാഗം മുഴുവൻ ആ ഒരു ചുരുക്ക് വരും. ഇനി എലാസ്റ്റിക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് 2 തയ്യൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ മുകളിൽ ഒരു തയ്യലും ഇതിന്റെ താഴോട്ട് ഇനി ഒരു തയ്യലുമായിട്ട് അങ്ങനെ 2 തയ്യൽ എലാസ്റ്റിക് ഇങ്ങനെ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തെന്നി മാറുന്നത് മാത്രമല്ല എലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് വരും. നമ്മൾ ഈ ഒരു തയ്യൽ ഇട്ടില്ല എങ്കിൽ 2 തവണ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് വരും. അതിനാണ് ഇങ്ങനെ ഒരു 2 തയ്യൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വരും കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സിഗരറ്റ് പാൻ. ഇതിന്റെ സ്ലിറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോൾസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഈ സ്ലിറ്റിൽ അത് ഞാൻ വേറെ ഒരു പാൻറ്റിൽ വെച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സിഗരറ്റ് പാൻ കണ്ടോ. ഇനി ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.